എന്തുകൊണ്ട് എൻ്റെ എത്തിക്കൽ വാല്യൂസും മോറൽ വാല്യൂസും നമ്മളുടെ ഈ ബൈബിളിൽ കാണുന്ന ദൈവത്തിനും ഉപരിയാണ്, അല്ലെങ്കിൽ അതിലും മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ദൈവവും ഞാനും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം നോക്കാം. ദൈവം എന്ന് പറയുമ്പോഴത്തേന് ബൈബിളിൽ കാണപ്പെടുന്ന ദൈവം പുള്ളിക്കാരനെ ചോദ്യം ചെയ്യാൻ പാടില്ല, കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല, സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല, അത് പാപമാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ എന്ത് പറയുന്നു അതിനെ പൂർണ്ണമായും നിങ്ങളുടെ ഒരു സംശയ മനോഭാവത്തോടു കൂടി നോക്കിക്കാണുക. എന്നിട്ട് നിങ്ങളുടേതായ വഴിയിൽ, ഇപ്പോൾ ബൈബിളിൽ പോയി നോക്കണമെങ്കിൽ ബൈബിളിൽ നോക്കുക, ബാക്കിയുള്ള ഇപ്പോൾ ജേണലുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ജേണലുകൾ നോക്കുക, ബാക്കിയുള്ള ആരുടെയെങ്കിലും സ്പീച്ചസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ സ്പീച്ചസ് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ശരിയും തോന്നുന്ന കാര്യം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. അല്ലാതെ ദൈവത്തെ പോലെ ഞാൻ വിട്ടിരുന്നിട്ട് പറയുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ ആണ് ശരി, ഇത് ഫോളോ ചെയ്തോണം, ദൈവം ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഡെമോക്രാറ്റിക് വാല്യൂസ്, അവിടെ ദൈവം വളരെ തോൽവിയാണ്. അത് ഞാൻ സ്കോർ ചെയ്തു. ഒന്ന്. രണ്ടാമത്തേത്, ബൈബിളിൽ തന്നെ പലയിടത്തും ഇൻക്വിസിറ്റീവ് മൈൻഡ്സ്, ക്വസ്റ്റ്യനിങ് മൈൻഡ്സിനെ അടിച്ചമർത്തുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ തോമസ് ഏറ്റവും നല്ലൊരു ഇൻക്വിസിറ്റീവ് മൈൻഡ്സിന്റെ എക്സാമ്പിളാണ് നമുക്ക്. അപ്പോൾ തോമസ് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെന്ന് പുള്ളിക്കാരന്റെ കയ്യിലെ മുറിവിലൊക്കെ തൊട്ട് നോക്കിയതിന് ശേഷമാണ് പുള്ളി ഓക്കെ, ടെസ്റ്റഡ് ഓക്കെ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ബി ലൈക്ക് തോമസ്, ബിഹേവ് ലൈക്ക് തോമസ്. ചുമ്മാ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് പറയുമ്പോഴത്തേന് ശരിയാണ്, ഓക്കെ, കണ്ണും പൂട്ടി വിശ്വസിക്കുക. അപ്പൊ യേശു പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ, കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവൻ അത്രമേൽ ഭാഗ്യം ഒന്നും ഇല്ലെന്ന്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിങ് മൈൻഡ്സിനെ, ഇൻക്വിസിറ്റീവ് മൈൻഡ്സിനെ തെളിവില്ലാതെ വിശ്വസിക്കൂ എന്നൊരു സാധനത്തിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് അതിന് എതിരായിട്ടാണ്. ഞാൻ എന്ത് പറയുന്നു, ഇപ്പൊ ഈ പറയുന്നത് പോലും ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളൊരു സംശയത്തോടു കൂടി എന്നെ എപ്പോഴും കാണുക, കണ്ണുമടച്ച് വിശ്വസിക്കാതെ എപ്പോഴും ഒരു സംശയത്തോടു കൂടി. എന്തുകൊണ്ട് ഇവൻ പറയുന്നു, ഏതുകൊണ്ട് പറയുന്നു, എന്താണ് അത് ഇവൻ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ, എന്നിട്ട് അത് പോയി പരിശോധിക്കുക. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുക. രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരം കിട്ടും. അപ്പൊ അതിനെയൊക്കെ വിശ്വസിക്കുക. അല്ലാതെ ഞാൻ ഒരിക്കലും കണ്ണും പൂട്ടി എന്നെ അങ്ങ് വിശ്വസിക്കൂ, എന്നെ അങ്ങ് ഫോളോ ചെയ്യൂ, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വാസികളെ പോലെയോ വിശ്വാസികളുടെ ദൈവത്തെ പോലെയോ ഒരു കാലത്തും പറയത്തില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരുടെ മോറൽ വാല്യൂസ് ആണ്, ആരുടെ എത്തിക്കൽ വാല്യൂസ് ആണ് ബെറ്റർ എന്ന്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അല്ല നിങ്ങൾ തന്നെ ചോദ്യം ചോദിക്കുക. താങ്ക് യു.